ഈ ഒരു ചോദ്യവുമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ. ദേവദാസി, ഈ മിനിസ്ട്രിയുടെ കാര്യമാണല്ലോ ദേവദാസിയുടെ മരണത്തിന് ശേഷം ദേവദാസിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പം ദൈവത്തിൻ്റെ അതെ. ദാസിയെ ഇത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കർത്താവ് കടത്തി വിട്ടു. അപ്പം ദൈവത്തിൻ്റെ ദാസിയെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് ദൈവദാസിയെ എങ്ങനെയാണ് ദൈവം ബോധ്യപ്പെടുത്തിയത്? ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ശരിക്കും പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി എന്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കടന്നുപോയതിനു ശേഷം ഞാനിങ്ങനെ ഇതിനെപ്പറ്റി തന്നെ, മിനിസ്ട്രിയെ പറ്റിയാണ് എന്റെ കൂടുതൽ വിചാരം പോയിരുന്നത്. അപ്പോൾ ഞാനത്, അദ്ദേഹം മരിച്ച് വീട്ടിൽ വന്നു. ഞാൻ 3-ാമത്തെ ദിവസം ആയി കഴിഞ്ഞപ്പം അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാ. പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുന്നതിന് മെയിൻ വിഷയം മിനിസ്ട്രി ഇനി എന്ത് ചെയ്യും, മിനിസ്ട്രി ആരെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്റെ മനസ്സിലൊരു 4 പേരുടെ പേരുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പാസ്റ്റേഴ്സിലെ ആരെങ്കിലും ഒരാളെ അതിന്റെ ലീഡർ ആക്കാം എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ 4 പേരുടെ പേരുണ്ട്. അത് അവരൊക്കെ MD ഒക്കെ കഴിഞ്ഞ ആളുകളാണ്, MTH ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അവരെ ആക്കാം എന്ന് പ്രാർത്ഥിക്കും. അപ്പം ആ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുക. ആ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നേ? ഇപ്പൊ ഈ ദൈവദാസനെ നീ എടുത്തിട്ട് എന്ത് പ്രയോജനം ദൈവവേലയ്ക്ക് വരുന്നു? ഇത്രത്തോളം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വർക്കിനെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സഡൻ ബ്രേക്കല്ലേ വന്നുള്ളൂ. ഇതുകൊണ്ട് എന്ത് പ്രയോജനം, ആർക്ക് വന്നു? ഇങ്ങനെയെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ ബുദ്ധിമണ്ഡലത്തിലെ ഒരു മാനുഷികമായിട്ട് നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടുന്നത് എല്ലാം ഞാൻ ഇങ്ങനെ ചോദിക്കുക. പക്ഷേ അതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഞാൻ എത്ര ചോദ്യം കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചോ, ആ സകല ചോദ്യത്തിനും കർത്താവ് എനിക്ക് മറുപടി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യുന്ന, ഒരാളിങ്ങനെ ഇരുന്നിട്ട് നമ്മളവിടെ എങ്ങനെ മറുപടി പറയുന്നു, അങ്ങനെ മറുപടി പറഞ്ഞ് ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം, അതിന് ഉത്തരം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ കേട്ട് ലാസ്റ്റ് കർത്താവ് എന്നെ ഉറപ്പിച്ചു. ഇങ്ങനെ ആട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ കുറ്റി അടിക്കുന്നെന്ന് പറഞ്ഞ പോലെ എന്റെ മനസ്സിലുണ്ടായിരുന്ന സകല സംഘർഷങ്ങളും ചോദ്യങ്ങളും ആ ഒരു വളരെ തിരമാല പോലെ കിടന്ന മനസ്സിനെ ദൈവം ഉറപ്പിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് എന്നെ ദൈവം നയിച്ചു. ആ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അപ്പോ ആ ശാന്തമായി, തിരമാല പോലെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തികട്ടി വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒരു ശമനം ഹൃദയത്തിൽ. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാന് പ്രാർത്ഥിക്കുവാണ്, ഇനി ആരെ ഇത് ഏൽപ്പിക്കും, മിനിസ്റ്റർ ആരെയാണ് ഏൽപ്പിക്കേണ്ടത്? അപ്പൊ ഈ പേരുകളാണ് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെ അതിനെ ഏൽക്കണം, അങ്ങനെ പറയുക. അപ്പൊ നീ തന്നെ അതിനെ മേയ്ക്കുക, ഇങ്ങനെ പറയുക. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ എന്റെ വിചാരം എന്ന് പറയുന്നത്, കർത്താവിന്റെ വേലയാണ്, ദേവദാസന്മാരുണ്ട്, നിയുക്തരായിട്ടുള്ളവരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഏൽപ്പിക്കാന്നുള്ള വിചാരത്തില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ആ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട് ഞാൻ അവിടുന്ന് പോവുകയായത്. അപ്പൊ ഞാൻ അവിടുന്ന് പോന്നു. പക്ഷെ വീട്ടിൽ വന്നിട്ട് എനിക്ക് യാതൊരു സമാധാനമില്ല. അപ്പം കർത്താവിന് ഒരു പ്രത്യേകത അതാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇത് തരത്തില്ല. അപ്പൊ അങ്ങനെ ആയപ്പം ഞാൻ പിന്നെ ഇരുന്ന്, ദൈവമേ, ഇങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ നെഗ്ലക്ട് ചെയ്യുന്നത് എങ്ങനെ, അത് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ വീട്ടിലിരിക്കും, പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എങ്ങനെ ഞാൻ ഇതിനെ ഏറ്റെടുക്കാനാ? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കർത്താവിന്റെ ദാസനുള്ള സമയത്ത് വെറുതെ ഇങ്ങനെ, എന്താ പറയുന്നേ, ഒരു അദ്ദേഹം എങ്ങോട്ട് പോകുന്നു അതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് യാതൊരു ഗ്രാഹ്യമോ ഇല്ല. പിന്നെ എന്റെ പണി എന്ന് പറയുന്നത് അടുക്കള ജോലിയാ. എപ്പോഴും ഇങ്ങനെ അടുക്കള ജോലി. പാസ്റ്റേഴ്സിന്റെ വൈഫൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ വിസിറ്റേഴ്സ് കാണും. നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരും, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. ഇതാണ് എന്റെ മെയിൻ ജോലി. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തിനെ പറയുന്നു, ദൈവമേ, ഞാൻ എങ്ങനെ ചെയ്യാനാ ഇത്? എനിക്ക് അതിനുള്ള ബുദ്ധി, പ്രാപ്തി, കഴിവോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയാം. അപ്പൊ സെക്കുലർ ഡിഗ്രി നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു വചനം പഠിച്ചിട്ടില്ല, ആധികാരികമായിട്ട് വചനം നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെയെല്ലാം ഞാനിങ്ങനെ പറയുക. അപ്പൊ ഞാനിങ്ങനെ എന്തെല്ലാം അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ അടുത്ത് ഇന്നത് എനിക്ക് അറിയത്തില്ല, അപ്പൊ വചനം അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, വചനത്താൽ ഞാൻ നിന്റെ വായ നിറയ്ക്കും. അപ്പൊ അടുത്ത കാര്യം അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും കർത്താവ് പറയുന്ന നേതൃത്വത്തിലേക്ക് ഞാൻ നയിക്കും. അപ്പൊ അങ്ങനെയെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് ലാസ്റ്റ് മനസ്സിലായത് എന്നാന്ന് പറഞ്ഞാല്, ഞാൻ എത്രയെല്ലാം ഒഴിവൊഴിവ് പറഞ്ഞാലും കർത്താവ് എന്നെ വിടാൻ പോകുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഞാനൊന്നും പറഞ്ഞ് ഒഴിവാകാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോ ഞാൻ സമർപ്പിച്ചു. ഞാൻ ചെയ്തോളാം, ഏറ്റെടുത്തു, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. പിന്നെ അത് എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല.
അത് എങ്ങനെയാ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചെയ്തോളാം ഇങ്ങനെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഞാനിത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ആകെ ടെൻഷൻ കയറി. അപ്പോ ഇനി ഞാൻ എന്നാ ചെയ്യുന്നത്, ഇത് എങ്ങനെ കൊണ്ടുപോയി പാസ്റ്റർമാരുടെ മുമ്പ് ഞാൻ എന്നെ അവരെന്നെ ഇങ്ങനെയൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് ആയി. അന്ന് തന്നെ പിന്നെ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാല്, ഈ ഒരു കാര്യത്തെ അവരെ ഒരു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. അതിങ്ങനെ ഓൺലൈനിലുള്ള സൂം മീറ്റിംഗാണ് വിളിച്ചത്. അപ്പോൾ സൂം മീറ്റിംഗ് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം വൈകിട്ടായി. രാത്രി 8 മണിക്കാണ് മീറ്റിംഗ്. അപ്പൊ രാവിലെയായി സംഭവമെല്ലാം നടക്കുന്നത്. പകലെല്ലാം ഇങ്ങനെ ഞാനിരുന്ന് ഈ തർക്കവും വാദം കർത്താവുമായിട്ട് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരുന്ന വെച്ച് വൈകുന്നേരം ആയപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തി, ഞാനിത് നോക്കിക്കോളാം. എന്നിട്ട് പിന്നെ ഞാൻ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് വിളിക്കുവാണ് ഇവരോട് സംസാരിക്കാൻ വേണ്ടി. ഇവരിനി ഇത് എന്നാ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ മീറ്റിംഗ് വിളിച്ചു. പാസ്റ്റേഴ്സ് എല്ലാം വന്നു. അവരുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ കാണാൻ എനിക്ക്. അപ്പം എല്ലാവരും ഇങ്ങനെ എന്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. വളരെ വികാരഭരിതമായിട്ടുള്ളൊരു രംഗം. അപ്പം എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മൈക്ക് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ അവരോട് പറയുക, കർത്താവിന്റെ ദാസൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര നാള്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ജീവിതകാലത്തില് അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്യാവുന്നതിലും അതിലപ്പുറമായി അദ്ദേഹം ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അദ്ദേഹം വെച്ചിട്ട് പോയ കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ നമ്മൾ ഭംഗിയോടെ കൃത്യതയോടെ ചെയ്യാന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം. ഇനി എന്നിട്ട് ഞാൻ പിന്നെ പറയുക, നിങ്ങൾ ഇനി നിങ്ങളുടെ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രയാണത്തിലോ അല്ലെങ്കിൽ ഒരു മിഷണറി എന്നുള്ള ഈ പ്രയാണത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനും നിങ്ങളെ ധൈര്യപ്പെടുത്താനും ഒക്കെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും ഒരു എതിർപ്പോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നീട് ഞാൻ അവർക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും എന്നെ വിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെക്കോ, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇപ്പൊ എന്റെ കൂടെ നിൽക്കണമെന്ന് മനസ്സിലാകുകയുണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും ആരും അങ്ങനെ പോയില്ലെന്ന് പറഞ്ഞാൽ ആർക്കും അതിനോടൊരു എന്നോട് പറഞ്ഞു, ഇല്ല ഞങ്ങള് ആന്റി ഇത്രത്തോളം ബലത്തോടെ നിൽക്കുന്ന ധൈര്യപ്പെടുത്തി കർത്താവ് നിർത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇട്ടിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരാരും എന്നെ വിട്ട് പോയില്ല. പിന്നെ അപ്പം ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇവരെ എടുത്ത് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവർക്കുള്ള സപ്പോർട്ടാണ്. അപ്പോ നമ്മൾ ദേവദാസി അന്ന് അന്ന് എത്ര സഭകളായിരുന്നു ഉണ്ടായിരുന്നത്? 22ഓ? 22. ആ 22 സഭകളിൽ നിന്ന് ദൈവത്തിന്റെ ദാസിക്ക് ഇന്നൊരു 32-ലധികം സഭകൾ, 10 സഭകളൂടെ കർത്താവിന്റെ ദാസിയുടെ നേതൃത്വത്തിലാണല്ലോ വളരുവാനിടയായി തീർന്നത്. അതെ. അപ്പൊ ആ യാത്രയെക്കുറിച്ച് ദേവദാസിക്കൊന്ന് പറയാമോ നമ്മളോട്? അപ്പോ ശരിക്കും ഈ കർത്താവിന്റെ വേല ഏറ്റെടുത്തു. അത് കർത്താവിനോട് പറഞ്ഞുകൊണ്ട് അത് അനുസരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എപ്പോഴും എന്നെ ഇങ്ങനെ ഭരിച്ചിരുന്ന ഒരു അയോഗ്യതയുണ്ട്. അപ്പം ദൈവത്തിന്റെ സന്നിധിയില് ശ്രേഷ്ഠദാസന്മാര് ചെയ്യുന്ന ഒരു ജോലി, അത് വളരെ 5-6 വർഷങ്ങളൊക്കെ കർത്താവിന്റെ വചനം വേദപഠനം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വന്നത്. അപ്പോ അദ്ദേഹത്തിന് അഗാധമായ ദൈവജ്ഞാനം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ആ ഒരു ഇതിലേക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ മാനസികമായിട്ടുള്ള വളരെ സംഘർഷമാകാൻ തുടങ്ങി. അപ്പോ ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ ഞാനിനി എന്നെ ചെയ്യും എന്നുള്ളൊരു ആശങ്ക എന്നെ ഇങ്ങനെ പിന്തുടർന്നു. അപ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു 7 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ഒരു കൺഫർമേഷന് വേണ്ടി. കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതാണോ? വീണ്ടും കർത്താവിനോട് പിന്നെ ഞാനിത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർത്താവിന് ഞാൻ സൗകര്യം കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വീണ്ടും ഉപവാസം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോ എന്താ പറയുന്നത്, ഈ ഒരു സാഹചര്യത്തിലേക്ക് കർത്താവ് നയിച്ചു. ഇനി എന്ത് ചെയ്യും? അപ്പോ അതിനു മുമ്പേ തന്നെ കർത്താവിനോട് പറഞ്ഞായിരുന്നു, തക്ക സമയത്ത് നീ ഒരു പ്രവർത്തനത്തെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഇത് നശിച്ചു പോകും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോ ഇടയൻ ഇല്ലാതെ കൊണ്ട് ആടുകൾ ചിതറിപ്പോയി എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് വന്നപ്പോ എനിക്ക് മനസ്സിലായി മിനിസ്ട്രി എല്ലാം നശിച്ചു പോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ കൂടെ കർത്താവിനോട് സംസാരിച്ചായിരുന്നു. അപ്പൊ ഇതെല്ലാം ഏറ്റെടുത്തതിന് ശേഷം പിന്നെ ഇനി എന്താ എന്നുള്ളൊരു ചെയ്യലേക്ക് വരുമ്പോൾ പിന്നെ കർത്താവിനോട് പറയുന്ന ഒരു ഉടമ്പടി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അപ്പോ ഉടമ്പടി വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം അത് ശരിക്കും എനിക്ക് അത്ര ക്ലിയർ ആയില്ല. എന്ത് ഉടമ്പടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, എന്താണ് കർത്താവിന്റെ മനസ്സിലേക്ക് നമുക്ക് അറിയാൻ വയ്യ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഏതായാലും ഇത്ര എനിക്ക് ക്ലിയർ ആയി, കർത്താവ് എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു 4-5 ദിവസത്തെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോൾ
ഞാൻ തന്നെ ഒട്ടും ചിന്തിക്കാതെ അല്ലെ പ്ലാൻ ചെയ്യാതെ ഞാൻ തന്നെ ഇങ്ങനെ പറയുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവകാലം മുഴുവൻ ബീഹാറിന്റെ മണ്ണിൽ നിൽക്കും എന്ന് ഇങ്ങനെ ഞാൻ അങ്ങ് കർത്താവിന്റെ സന്നിധി പ്രഖ്യാപിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ ഒരു പ്രഖ്യാപനം ഞാൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറയുക, ഞാൻ ഇത് എൻ്റെ ഉടമ്പടിയായിട്ട് ഞാൻ കർത്താവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വചനത്തിലോട്ട് ഇങ്ങനെ കൈവച്ചു. ആ ഒരു ഉടമ്പടി ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആത്മാവിലായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് വളരെ അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കർത്താവ് 2-3 പ്രോമിസുകൾ എനിക്ക് തന്നു. ഒന്നാമത്തെ പ്രോമിസ്, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ മേയ്ക്കും, ഞാൻ നിന്നെ പോറ്റി പുലർത്തും. അപ്പോ പോറ്റി പുലർത്തും എന്ന് പറഞ്ഞു, നടത്തും, മേയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞാല് പോറ്റി പുലർത്തുന്നത് എങ്ങനെയാണെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി. കാരണം ലോക്ക്ഡൌൺ കണ്ടിന്യൂ ആണ്, ലോകം മുഴുവൻ ഇതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഒരാളുടെ കയ്യിൽ സ്കൂള് നടക്കുന്നില്ല, എന്റെ കയ്യിൽ ഒരു വരുമാനമില്ല. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ വന്നു. അപ്പോൾ അതെല്ലാം മറ്റുള്ള കുറെ ആളുകൾ എന്നെ സഹായിച്ചു, അതിലൂടെയാണ് ചെയ്തത്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഈ പൈസ ഇല്ല. അപ്പോൾ ഇതെല്ലാം എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് ചിന്തിക്കുന്നില്ല. പക്ഷെ അതിന് മുമ്പിലോട്ട് പിന്നെ വരുമ്പോൾ ഓരോ ദിവസവും കർത്താവ് എങ്ങനെ ഒരാളെ നടത്തും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു മനുഷ്യരോടോ, ഇത്ര നാളായിട്ട് മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മനുഷ്യരോടോ, ഒരു എന്താ പറയുന്നത്, ലോകത്തിൽ ഉള്ള ഒരാളുകളോടോ എൻ്റെ ആവശ്യങ്ങൾ പറയുന്നില്ല. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ ഞാൻ പറയുന്നത് കർത്താവിനോടാ, ദൈവമേ ഇന്ന ആവശ്യങ്ങളുടെ മധ്യത്തിലായിരിക്കും കർത്താവ് വഴി. അപ്പോ എനിക്ക് പിന്നെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം, കർത്താവിന് എന്നെ കുറിച്ച് ഭയങ്കര പൊസസീവ്നെസ്സാ. അപ്പോ അതിനകത്ത് സംഭവിച്ചെന്നു പറഞ്ഞാല്, ഇനിയിപ്പം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഈ ഓണർഷിപ്പ് എല്ലാം കൊടുത്തു, ദൈവം എന്നെ നടത്തിക്കോട്ടെ. അപ്പൊ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനിത് കൊടുത്തു കഴിഞ്ഞ് ഇനി എനിക്ക് എന്തെങ്കിലും കുറവ് വരുവാന്ന് വെച്ചോ, കുറവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയാ പറയുന്നത്? കർത്താവ് എനിക്ക് തന്നില്ലെന്നേ പറയുള്ളൂ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം, എന്നെ കെട്ടിയവനോട് ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾ ചെയ്തു. പക്ഷെ ഇതിപ്പോ പരിശുദ്ധാത്മാവ് ന്റെ കയ്യിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈ മിനിസ്ട്രിയും എന്നെയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഓണർഷിപ്പ്, നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിനാ. അപ്പം പിന്നെ എൻ്റെ ജീവിതത്തിൽ വരുന്ന കുറവുകളോ എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ എല്ലാം അതിന് ഉത്തരവാദി കർത്താവ് തന്നെ. അപ്പം കർത്താവിന് ഭയങ്കര ഒരു പൊസസീവ്നെസ് ആയി എന്നെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് തന്നെ അറിയത്തില്ല സിസ്റ്ററെ എങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ നടക്കുന്നതെന്ന്. അപ്പൊ വളരെ എന്താ പറയുക, മിറക്കിൾ. അത് ശരിക്കും പറഞ്ഞാല് ഞാനത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ഇങ്ങനെ നടക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് ആരോടും നമ്മൾ ഒന്നും പറഞ്ഞിട്ടല്ല. ഒരിക്കലും ഞാൻ ആരോടും, ഒരു മനുഷ്യരായി പറഞ്ഞവരോട് എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് ഒരിക്കലും എനിക്കൊരു കുറവും ഇതുവരെ തന്നിട്ടില്ല. അപ്പോ ദൈവം എന്താ പറയുന്നത്, വിശ്വസ്തനായിട്ട് ഇതുവരെ കൂടെ ഇരുന്ന് നടത്തും. അപ്പൊ ഈ ഇപ്പൊ സിസ്റ്ററിനോട് പറഞ്ഞു 22-ൽ നിന്ന് 32-ലോട്ട് എങ്ങനെ വന്നു. അപ്പം 22-ൽ നിന്ന് 23 ആയപ്പോ എനിക്ക് ഇച്ചിരി ടെൻഷൻ കൂടി. ഇനി 23 പേർക്കുള്ള ഭക്ഷണത്തിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഇപ്പൊ ശരിക്കും നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഭ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് ഒരു വരുമാനമാണ്. ഇതങ്ങനല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്താ മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ സ്കൂളിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് 60%, 60% പൈസയും മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് 2021 ഇത് ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് വരുമാനം ഇല്ല, അതാ പ്രശ്നം. അപ്പൊ വരുമാനം കിട്ടിയിട്ട് വേണമല്ലോ അതിൽ നിന്ന് നമുക്ക് കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ആ ഒരു ഡ്യൂറേഷനിലൊക്കെ എന്ന് പറഞ്ഞാല് എനിക്കോ എൻ്റെ പാസ്റ്റേഴ്സിനോ ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ വരാനായിട്ട് കർത്താവ് സമ്മതിച്ചില്ല, എൻ്റെ പിള്ളേർക്കോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വേറെ ഒരു കാര്യം, മറ്റുള്ള നമ്മുടെ സഭയിൽ അല്ലാത്ത മറ്റുള്ള ആളുകളെ കൂടെ സഹായിക്കാനായിട്ട് എനിക്ക് കർത്താവ് വഴി തുറന്നു. അപ്പോ ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലാകും മറ്റുള്ള ആളുകൾക്ക് ഇന്ന പോലെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ കാരണം കോവിഡ് സമയം വല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ നമുക്ക് അതിനും വേണ്ടിയിട്ട് കർത്താവ് വഴി തുറന്നെന്നുള്ളതാണ്. അപ്പോൾ ഇത്രത്തോളം അപ്പൊ 23 പിന്നെ അങ്ങനെ 24 പിന്നെ എനിക്ക് ഇച്ചിരി ധൈര്യം വരുമ്പോൾ 2 പേരെയും കൂടെ നമുക്ക് ചേർത്താലെന്താ, അങ്ങനെ തോന്നിയാണ് ഇപ്പൊ 32 വരെ ആയത്. അപ്പം 32 പേരാന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും 38 ഗ്രാമങ്ങളോളം ഉണ്ട്. എന്ന് പറഞ്ഞാല് ഒരേ പാസ്റ്റേഴ്സിന്റെ കീഴിൽ 2-3 ഗ്രാമങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം 3 ആരാധനകളുണ്ട്. അപ്പൊ
അങ്ങനെ വരുമ്പോൾ നമുക്ക് 38-39 ഗ്രാമങ്ങൾ ശരിക്കും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇതുവരെ ദൈവം നടത്തിയത്. പിന്നെ ദേവദാസി ഇത്രയും സഭകളെയൊക്കെ നയിക്കാൻ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. എന്നാൽ ഈ നോർത്ത് ഇന്ത്യൻ ഫീൽഡുകളിൽ ഒക്കെ ഒരുപാട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതെ. ദേവദാസിക്ക് ദേവദാസൻ ഇല്ലാതായതിനു ശേഷം ദേവദാസിയുടെ ജീവിതത്തിലുണ്ടായ ശുശ്രൂഷയിലുണ്ടായ എന്തെങ്കിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടോ? ഒന്ന് പറയാമോ? കർത്താവിന്റെ സഹായത്താല് ഇത്രത്തോളം ഒരു പ്രശ്നങ്ങൾ ഇതുവരെ നമ്മുടെ ഫീൽഡിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാല് അധികം അങ്ങനെ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസോ യൂട്യൂബിലോ അങ്ങനെ ഒന്നും യാതൊരു പ്രവർത്തനങ്ങളുടെയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഞാനൊരു മിഷണറി ആണെന്ന് പോലും പലർക്കും അറിയത്തില്ല. കാരണം നമ്മളത് വളരെ എന്താ പറയുന്നത് ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരാൾ സ്നാനപ്പെട്ടാൽ പോലും അത് കൊണ്ടുപോയി 10 സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ ഇടും. അതെന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഒത്തിരി എന്താ പറയുന്നത് മറ്റുള്ളവരെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് മറ്റുള്ള മിഷണറിമാരെ കൂടെ ബാധിക്കുന്നുണ്ട് അതൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് യാതൊരു സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണാൻ പറ്റിയില്ല. എൻ്റെ ഇപ്പം നമ്മൾ സ്നാനമൊക്കെ നടത്തുമ്പോൾ പോലും ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മൊബൈൽ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയും. കാരണം ആരും നമ്മളിപ്പം ഒരാൾ മാത്രമാണ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർ ആരും ഫോട്ടോ എടുക്കാനോ അത് സ്റ്റാറ്റസ് ഇടാനോ ഒന്നും സമ്മതിക്കാറില്ല. അപ്പോൾ ഇതുവരെയും നമ്മുടെ മിഷണറിമാരെയും മിനിസ്ട്രി ഫീൽഡിനെയും ബീഹാറിലൊക്കെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ ഫീൽഡിലൊന്നും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്താ പറയുന്നത് ദൈവദാസന്മാരും ആ ഒരു കാര്യത്തിൽ വളരെ അലർട്ടായിട്ടായിരിക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, ഒരു വലിയ മൈക്ക് സെറ്റ് വെച്ചിട്ടോ പന്തൽ വെച്ചിട്ടോ ഫ്ലക്സോ ബാൻഡോ ഒന്നും അടിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും വേണ്ട. നമ്മൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നു, അത് കർത്താവ് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ ചിന്തിക്കുമ്പോൾ വളരെ ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്ത് വലിയ DJ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഉള്ളൊരു പ്രോഗ്രാമിലൊക്കെയാണ് ആളുകൾ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശാന്തമായിട്ടും നമ്മളെ ആര് ക്ഷണിച്ചോ അവരുടെ വീട്ടിൽ നമ്മൾ പോയി ഒരു കാര്യം ചെയ്യുന്നതിന് ആർക്കും ഒരു തടസ്സവും ഇല്ല. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളൊരു സ്റ്റേജിലൊക്കെ ചെയ്യുമ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത്. ഈ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട ഏതെങ്കിലും അനുഭവങ്ങൾ ഇപ്പം ദേവദാസന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ? അപ്പോ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒരു അത്ഭുതമായ ഒരു കരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊരു പർട്ടിക്കുലർ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു തവണ എനിക്കൊരു സ്ഥലത്ത് മിഷൻ ട്രിപ്പിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ മോനും കൂടെ അവിടെ പോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് കുറച്ച് കാശൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ ഞാൻ ആ പൈസ കൊണ്ട് അവിടെ പോന്നെ. അപ്പോൾ പോയി അവിടെ നമ്മുടെ പാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, 4-5 പേരുണ്ട്. അപ്പം അവരുടെ അടുത്ത് പോയി എല്ലായിടത്തും വിസിറ്റ് ചെയ്തപ്പോൾ അവരുടെ അവിടെയുള്ള ആവശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പൈസയൊക്കെ ഇങ്ങനെ വീതം വെച്ച് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു വരുമ്പം എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല പിന്നെ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടു, ദൈവമേ എൻ്റെ കയ്യിൽ ഇനി ഒരു പൈസ ഇല്ല. വീട്ടിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്, മറ്റുള്ള ദേവദാസന്മാരുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ട. പക്ഷെ ഞാൻ ഇവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ പൈസ എല്ലാം പെറുക്കി അവർക്കും കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുവോ, ഞാനും മോനും ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ ഇരുന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ മൊബൈൽ എടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് അയക്കുന്ന ഒരു എമൗണ്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഒത്തിരി പൈസ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ സിസ്റ്റർ, സത്യം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് പറഞ്ഞാല് ഞാൻ അവിടെ എത്ര രൂപ എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ മുടക്കിയോ അതിന്റെ ഇരട്ടി പൈസയാണ് കർത്താവ് എനിക്ക് തന്നത്. അപ്പൊ നമ്മള് എന്റെ പൈസ പോയല്ലോ എന്നോ അല്ലെ ഞാൻ കൊടുത്തല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് ഞാൻ പറഞ്ഞില്ലേ വളരെ പൊസസീവ്നെസ്സാ. അപ്പൊ അതിനകത്ത് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾക്ക് ആർക്കും ദൈവം കടക്കാരൻ അല്ല. ഇപ്പൊ ഞാന് എടുത്ത് അവിടെ മിനിസ്ട്രിക്ക് കൊടുക്കുന്നു. അപ്പൊ അത് സ്കൂളിലെ പൈസയാ. അപ്പം ശരിക്കും സ്കൂളിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വിനിയോഗിക്കേണ്ടതായിട്ട് വെച്ച, പക്ഷെ ഞാൻ മിനിസ്ട്രിയുടെ ആവശ്യം കണ്ടപ്പോൾ അത് അങ്ങോട്ട് എടുത്തങ്ങ് ചെലവാക്കിയതാ. പക്ഷെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അപ്പൊ ദൈവം അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരുപാട് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ അത് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം
പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ ആഗ്രഹിക്കും ഇന്ന പോലെ ഒരു സംഗതി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പോലും കർത്താവ് എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ കർത്താവ് വളരെ എന്താ പറയുന്നേ ഒരു പൊതിഞ്ഞിങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടീഷനാ. അപ്പോൾ ഞാൻ ഒരു കാരണവശാലും ഈ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്തുകൂടാ, കർത്താവിനെ കുറ്റം പറഞ്ഞുകൂടാ. അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ശുശ്രൂഷയിലെ ഒരു സഹോദരി എന്ന നിലയിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വല്ലതും ശുശ്രൂഷയിൽ വന്നിട്ടുണ്ടോ? ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് ഇതുവരെ എന്നെ ആരും ഒരു സ്ഥലത്തും മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കർത്താവ് പറയാത്ത ഒരു ശുശ്രൂഷയിൽ ഞാൻ കയറി ഇടപെടാൻ പോകാറില്ല. അപ്പോ നമ്മള് വചനം മൂലം പഠിക്കുമ്പോഴും പിന്നെ കർത്താവ് എന്നെ ഒരു ഗൈഡ് ലൈൻസ് തരുന്നതുമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത്. അപ്പോൾ ദൈവദാസന്മാര് ചെയ്യുന്ന പല പവിത്രമായിട്ടുള്ള വിവാഹം, മരണ ശുശ്രൂഷകള്, സ്നാന ശുശ്രൂഷകള്, ഇതെന്നൊക്കെ പറയുന്നത് ദേവദാസൻ അവർ നിയുക്തരായിട്ടുള്ള ശ്രേഷ്ഠ ദേവദാസന്മാര് അവരാണ് അതൊക്കെ ചെയ്യണത്. നമ്മള് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കർത്താവിന്റെ വേല ഏറ്റെടുത്തു എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ട് നാളെ പോയി സ്നാനക്കുളത്തിൽ ഇറങ്ങി അവരെ സ്നാനപ്പെടുത്താൻ അങ്ങനെയുള്ളതല്ല. കർത്താവിന്റെ വേല ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഞാനൊരു പാസ്റ്ററല്ല. കർത്താവ് അന്ന് ആ ഒരു മിഷണറിമാര് ചിതറിപ്പോകേണ്ടെന്ന ഒരു അവസ്ഥയിൽ കർത്താവിന്റെ ദാസൻ പോയതുകൊണ്ട് അവരെ ഏകോപിപ്പിച്ച് അവരെ നയിക്കുക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ കർത്താവ് എന്നെ ഗൈഡ് ലൈൻ ചെയ്തത് അവരെ സഹായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും അവർ ക്ഷീണിതരായിട്ടോ ആത്മാവിൽ നിരാശപ്പെട്ടോ ഇരിക്കുകയാണെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തുക ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ ഒരു സ്ഥലങ്ങളിലും എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു ഡിസ്ക്രിമിനേഷനോ ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വളരെ പല സ്ഥലങ്ങളിലും കർത്താവിന്റെ വേലയോടുള്ള അനുബന്ധത്തിൽ ഞാൻ പോകുമ്പോഴൊക്കെ സ്ത്രീകളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് വളരെ മുഖാന്തരങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഒരു വിധവ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള ഒരു വിധവമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പിതാവ് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ കാണുമ്പോഴോ അവരുടെ വേദന എനിക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ശരിക്കും സ്ത്രീകളുടെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും കർത്താവിന്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ യാത്ര ചെയ്യാനും അവരെ ധൈര്യപ്പെടുത്താനും ഒക്കെ എനിക്ക് കർത്താവ് ഒരുപാട് മുഖാന്തരങ്ങൾ ഈ ദിവസം ഉണ്ട്. ഇപ്പം ഇതുപോലെ ദിനചരിക്കാത്ത സമയത്ത് ചിന്തിക്കാത്ത സമയത്ത് ഭർത്താക്കന്മാർ മരിച്ചുപോയ അനേക ദൈവദാസന്മാർ മരിച്ചുപോയി. അപ്പം അതേ സംബന്ധിച്ച് നിരാശയിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്ന ഒത്തിരി ദൈവത്തിൻ്റെ ദാസിമാരും ഉണ്ട്. അപ്പോൾ അവരോട് കർത്താവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് നയിക്കുന്ന ഒരു ദൈവദാസി എന്ന നിലയിൽ ദൈവദാസിക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ആത്മീയ പ്രചോദനത്തിന് വേണ്ടി? തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക്, നമ്മൾ കർത്താവിന്റെ മക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും അതിന്റെ ഉത്തരവാദി കർത്താവാണ്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ തലയിലെ തലമുടി നാരുകളെ പോലും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ദൈവം. അപ്പൊ നിനക്ക് സംഭവിച്ച കാര്യം ഞാൻ അറിയാതെ അല്ല അതാണ് അത് ഒന്നാമത്തെ കാര്യമായിട്ട് കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു സാഹചര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മളെല്ലാം ഒരു സമയത്ത് കർത്താവിനിൽ നിന്ന് വളരെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച മനുഷ്യരെ. അപ്പൊ ഞാന് വളരെ സന്തോഷത്തോടു കൂടി കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വേല ചെയ്യുകയും അപ്പോ കർത്താവിന്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ സമയങ്ങളുണ്ട് എല്ലാത്തിനും അല്ലെ. സന്തോഷിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, അല്ലെ, നടാൻ ഒരു കാലം, ഇങ്ങനെ നമുക്ക് ഓരോ കാലങ്ങളാണ്. അപ്പൊ നമ്മൾ ഓരോരോ സമയത്ത് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന അവസ്ഥകളെ നമ്മൾ തരണം ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവിൽ നിന്ന് നമുക്ക് നന്മ മാത്രമേ വരൂ എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. തിന്മയും നമുക്ക് വരരുതോ? അപ്പോ നമ്മൾ വിചാരിക്കുന്ന തിന്മ ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ കർത്താവ് നമുക്കത് വെച്ചിട്ടുള്ളത് ഒരു നിയമമാണത്. അത് നമുക്കത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പൈതങ്ങളെ എനിക്കറിയാം. അവരുടെ മമ്മി പെട്ടെന്ന് കോവിഡിനാൽ മാറ്റപ്പെട്ടതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയി. അപ്പോ ഞാൻ അങ്ങനെയുള്ള ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, കർത്താവ് നമുക്ക് നന്മകൾ തരുമ്പോൾ എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദിയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മളിലുള്ള
ദൈവത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായിട്ട് പെട്ടെന്ന് സടകുടഞ്ഞങ്ങ് എഴുന്നേക്കുവാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനല്ലേ, വിശ്വാസിയല്ലേ, നമ്മള് ദശാംശം കൊടുക്കുന്നതല്ലേ? ഇങ്ങനെ നമ്മൾ ഒത്തിരി അങ്ങ് ചോദ്യം ചോദിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരി അങ്ങ് എന്താ പറഞ്ഞു നിരാശപ്പെട്ടു പോകുന്നൊരവസ്ഥ കാണാറുണ്ട്. പക്ഷെ കർത്താവ് നമ്മൾ വചനത്തിലൂടെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് കർത്താവ്, നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞെന്നുള്ള നിലയ്ക്ക്, മകൾ എന്നുള്ള നിലയ്ക്ക് എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മൾ ലീഡ് ചെയ്ത് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ കറക്റ്റ് സമയത്ത് എങ്ങനെയാ പോകേണ്ടത് നമുക്ക് കറക്റ്റ് ഉപദേഷ്ടാവായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ തരണം ചെയ്തെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഇപ്പോ നമുക്ക് വിശ്വാസികൾക്ക് വരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പം പിന്മാറിപ്പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർത്താവിനോട് അടുത്ത് വരുവീൻ, എങ്കിൽ ഞാനും നിങ്ങളോട് അടുത്ത് വരും. അങ്ങനെയാ. അപ്പൊ നമ്മൾ കർത്താവിനോട് അടുത്ത് വരത്തില്ല. കർത്താവിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ദൂരേക്ക് പോകും. അപ്പൊ നമുക്ക് ധൈര്യപ്പെടാൻ പറ്റത്തില്ല. അപ്പൊ ഏറ്റവും നല്ല ഒരു വഴിയെന്ന് പറയുന്നത് കർത്താവിലേക്ക് ഏറ്റവും ആശ്രയം വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവമക്കൾക്ക് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു അവകാശമാണ് കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു ആശ്രയം ഇരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് വിശ്വാസികളല്ലാത്ത ആളുകളെ ചിന്തിച്ചാല് പെട്ടെന്നൊരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനായിട്ട് തോന്നാത്തത്? പെട്ടെന്ന് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈ ലോകത്തു നിന്ന് അവർക്ക് പോകണമെന്ന് ചിന്തിക്കാറുണ്ട്. ഭർത്താവ് മരിച്ചതിന് പുറകെ ഭാര്യയെ വിഷം കുഴിച്ച് മരിക്കുന്നു. അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അത് അവർക്ക് ആശ്രയം വെക്കാനായിട്ട് നല്ലൊരു പാറയായുള്ളൊരു ക്രിസ്തു ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. നമുക്ക് ഒരു രക്ഷകനായി നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ടുള്ള ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ ക്രിസ്തുവിങ്കിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ പിന്നെ നമുക്ക് നഷ്ടങ്ങൾ സാരമില്ല. ഈ ലോകത്തില് നമുക്ക് ലഘുവായിട്ടുള്ള കഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മള് ഛേദമില്ലെന്ന് നമ്മൾ എണ്ണുക. ദേവദാസി 32 ദേവദാസന്മാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ദേവദാസി എങ്ങനെയാണ് ലീഡ് ചെയ്ത് ഒരു ലീഡർ എന്ന നിലയിൽ കൊണ്ടുപോകുന്നത് ഒന്ന് പറയാമോ? ഇന്ന് അനേകരുടെ ലീഡർഷിപ്പുകൾ പല ദേവദാസന്മാർക്കും ഭാരമായി തോന്നുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദേവദാസിയുടെ ഞാനുമായിട്ടുള്ള സംസാരത്തിൽ ദേവദാസിയുടെ ലീഡർഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഒന്നൊന്ന് പറയാമോ? ദേവദാസി ഇപ്പം നമ്മുടെ മിനിസ്ട്രി ഏരിയയെ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാം വളരെ ഫാർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കിഷൻഗഞ്ച് ലൊക്കേഷനിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഭൂട്ടാൻ ബോർഡർ ഉണ്ട്, ഏകദേശം 300 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. ഡാർജിലിംഗ്, സിക്കിം സൈഡുണ്ട്. അതേപോലെ നേപ്പാളിനകത്ത് നമുക്ക് വർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഏരിയകൾ, അപ്പൊ ഞാൻ മിക്കവാറും അവിടെ പോകാൻ എപ്പോഴും പറ്റത്തില്ല. അപ്പം വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെയാണ് ദൂരെയുള്ള സഭകളിലൊക്കെ പോകാറുള്ളത്. അപ്പോൾ ഇവിടെ അടുത്ത് എന്ന് പറയുന്ന സഭകൾ എന്ന് പറഞ്ഞാൽ പോലും അതും 70-80 കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ അവർ ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട്. അപ്പൊ എല്ലാ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൂടെ എപ്പോഴും വരുന്നതും എന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ എൻ്റെ മൂത്ത മോനാണ്. അവന് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ. അപ്പൊ കുഞ്ഞും ഞാനുമാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇപ്പോൾ മിനിസ്ട്രിയുടെ കാര്യങ്ങളിൽ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേവദാസന്മാർ അധ്വാനിക്കുന്നു, സഭ വളരുന്നു. അപ്പൊ സഭയിൽ വരുന്ന സ്തോത്രകാഴ്ചയും ദശാംശങ്ങളൊക്കെ നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ദേവദാസന്മാർക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, ദശാംശമാണെങ്കിലും സ്തോത്രകാഴ്ചയാണെങ്കിലും സ്വമേധ ദാനങ്ങളുണ്ട്. അതേപോലെ അവരുടെ എന്താ പറയുക കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അവരുടെ ആദ്യഫലം അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സഭ നോക്കുന്ന ആൾ ആരാണോ അവരാ എടുക്കുന്നത്. കാരണം അവരാണ് അതിനുള്ള അർഹതപ്പെട്ട ആളുകൾ. ഇപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണം വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞാല്, ഒരു 20 പേരുള്ള ഒരു സഭയില് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു സാമ്പത്തികമായ ഇത് ഫ്രീഡം കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ചിന്തിക്കും, ഒരു 40 പേര് വരുവാണെങ്കിൽ എൻ്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെടും, എൻ്റെ കഷ്ടപ്പാടുകൾ മാറും എന്നവർ ചിന്തിക്കുകയും വീണ്ടും കൂടുതൽ ഉത്സാഹത്തോടെ അവർ കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ അവർക്ക് അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടൊരു ഫ്രീഡം കൊടുക്കാതെ ആ സാധനങ്ങളെല്ലാം ഞാനിങ്ങ് പൊക്കിക്കൊണ്ട് പോന്നാല് അവർക്ക് നിരാശ വരും. പിന്നെ ഞാൻ ആ എണ്ണി കൊടുക്കുന്ന പൈസ കൊണ്ട് മാർഗം തികയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കൂടാതെ അവിടുന്ന് എന്ത് കിട്ടുന്നാലും അവർക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ കോഴിമുട്ടയൊക്കെ വരാറുണ്ട്, പാല് ഇങ്ങനെ കൊണ്ടുവെക്കും. ആദ്യ ഫലം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മെയ്സ്
ചോളമൊക്കെ ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് നിറച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് വെക്കും. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് വിചാരിക്കും പാസ്റ്റേറ്റിന്റെ ഭാര്യമാരൊക്കെ കൊണ്ട് എനിക്ക് കൊണ്ടുതരും. ഞാൻ പറയില്ല, ഇതിന്റെയൊക്കെ അവകാശം നിങ്ങൾ തന്നെ, നിങ്ങളാണ് ഫീൽഡിൽ പോകുന്നതും അധ്വാനിക്കുന്നതും ഇവരെ നേടാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. പിന്നെ ഇവർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ ഇവിടുത്തെ കാര്യം ട്രൈബൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ ആ ഒരു ഗ്രാമത്തിൽ അവർ കുറെ വീടുകളായിരിക്കും. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ഉള്ളതുപോലെ വീടുകൾ മുഴുവനും ഒന്നിച്ചും കൃഷിസ്ഥലങ്ങളെല്ലാം വേറെ സെപ്പറേറ്റ് ആയിട്ട്, അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പം ഇവരുടെ വീടുകളെല്ലാം ഇങ്ങനെ ഒരു കോളനി പോലെ ആയിരിക്കും. അപ്പൊ അതിനകത്തായിരിക്കും നമ്മുടെ ഒരു ദേവദാസൻ ഉള്ളത്. അപ്പൊ ആ ദേവദാസൻ അവിടുത്തെ ലോക്കലിന്റെ ആളായതുകൊണ്ട് നമുക്ക് അവിടെ സേഫ് ആയിട്ട് കടന്നു പോകാനും ഒക്കെ പറ്റും. അപ്പൊ നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേറൊരാളെ അവിടെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളതും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ആ ഒരാളാണ്, അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയും അവിടെ ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ സെറ്റിൽമെന്റ് ചെയ്യാനും അവരുടെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് നോക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളും ഉണ്ട്. അത് തന്നെയല്ല, ദേവദാസി നല്ല സപ്പോർട്ടായിട്ട് നല്ലൊരു എമൗണ്ടുമാണ് കൊടുക്കുന്നതാണ് നമ്മൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പം അതെ, ഫൈനാൻഷ്യലി നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സഭകളിൽ നിന്ന് കിട്ടുന്നതും കൊണ്ടൊക്കെ ഒരു ദേവദാസിന് നന്നായിട്ട് ജീവിപ്പാനുള്ളത് ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് നമ്മള് കമ്പയറിംഗ് ടു കേരളത്തില് വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു എമൗണ്ട് അല്ല. പക്ഷെ ബീഹാറിലെ ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ദേവദാസനോ ഒരാളിലില്ലാതെ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയാനും ഉള്ള ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ കഷ്ടപ്പെടരുതെന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കും. കാരണം അവര് വളരെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത്, ഡിസംബർ ജനുവരി ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മഞ്ഞുള്ള സമയം. അപ്പോൾ ഈ മഞ്ഞത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 3-4 സ്ഥലത്തൊക്കെ ആരാധനയുള്ള പാസ്റ്റേഴ്സ് രാവിലെ 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. അപ്പൊ ഇവരൊക്കെ സൈക്കിളിലാണ് പോകുന്നത്, അല്ലാതെ കാറൊന്നും ഇല്ല. അപ്പൊ സൈക്കിളും ചവിട്ടി ഇവരിങ്ങനെ പോവുക. അപ്പം ഈ തണുപ്പത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ മരച്ചു പോകുന്ന പോലുള്ള തണുപ്പ് വരും. അപ്പൊ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് സൈക്കിളൊക്കെ ഓടുന്നത്. അപ്പൊ അതിൽ കുറച്ച് ദേവദാസന്മാർക്ക് നമ്മൾ 2 വീലർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും സൈക്കിളിൽ തന്നെ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ 8-10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇവരിങ്ങനെ തരണം ചെയ്താ പോകുന്നത്. പിന്നെ മഴയുള്ള സമയത്തെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെ. അങ്ങനെയുള്ള എല്ലാ വരുന്ന കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെയും തരണം ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമത്തില് ആരെങ്കിലും എനിക്ക് ഒരു 10 രൂപ തന്നാല് അതെല്ലാം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഇപ്പൊ ഭക്ഷണത്തിനോ വസ്ത്രങ്ങൾക്കോ ഒന്നും എനിക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ ഇല്ല. കാരണം സ്കൂളിൽ നിന്ന് വരുന്ന ഓരോ ചെറിയ വരുമാനങ്ങൾ ഞങ്ങൾക്ക് അതിന് മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ദശാംശമൊക്കെ തന്നാല് തീർച്ചയായിട്ടും അത് ഇവിടെയുള്ള ഏതെങ്കിലും പള്ളി പണിയാനോ ആ പള്ളിക്കുള്ള ഒരു ബാത്റൂം ടോയ്ലറ്റ് പണിയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിനിയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ പതുക്കെ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന്. കാരണം ബീഹാർ എന്ന് പറയുന്ന വളരെ വലിയതായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്, വലിയ വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടെ. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ സിസ്റ്ററെ, ഇതിന്റെ എന്താ പറയുന്ന ഒരുപാട് ആളുകള്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് കർത്താവിന്റെ പേര് ഒരു പ്രാവശ്യം പോലും കേൾക്കാത്തവർ ഉള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു ആഗ്രഹമുണ്ട് ദേവദാസന്മാരും മിഷണറീസും മിഷൻസും കടന്നു വരണം. ഇനി ഒരുപാട് കടന്നു വരേണ്ടതുണ്ട് ഇങ്ങോട്ട്. ഞാനും ആഗ്രഹിക്കുന്നത് വർക്കുകൾ പയ്യെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരെ ഒത്തിരിയധികം സ്നേഹിക്കുകയും തന്നാൽ കഴിവതിനപ്പുറം സഹായിക്കുകയും ചെയ്യുന്ന വലിയൊരു മനസ്സുള്ളൊരു ദൈവദാസിയാണ്. നല്ലൊരു ലീഡർഷിപ്പാണ് കർത്താവിൻ്റെ ദാസിക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ ഫീൽഡുകളിൽ ഇനിയും ദൈവദാസി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് പദ്ധതികൾ, ദേവദാസിയുടെ ഉള്ളിലുള്ള പദ്ധതികൾ, മുന്നോട്ടുള്ള ദർശനങ്ങൾ? തീർച്ചയായിട്ടും കർത്താവിന്റെ നാമം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ള ഒരു ദർശനം. അതായത് കൂടുതൽ ചർച്ച് പ്ലാന്റിങ്, ഇപ്പൊ മിഷണറിമാരെ കൂടുതലായിട്ട് നമ്മൾ ഫീൽഡിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉള്ള ആ ഒരു വരുമാനത്തിനകത്ത് നിൽക്കുന്ന ഒരു രീതിയിൽ എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് മാർഗമുള്ളൂ. അപ്പോൾ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, വീണ്ടും കർത്താവിന്റെ ഹിതമെങ്കിൽ, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും പല ജില്ലകളിലേക്കായിട്ട് വർക്കുകൾ വ്യാപിപ്പിച്ച് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ
ദർശനം. ഓക്കെ ദേവദാസി, ഇന്ന് ഒരുപാട് സഹോദരിമാർ പാസ്റ്റർമാരാകുന്നതായ അനുഭവങ്ങളുണ്ട്. ദേവദാസി ഇപ്പോൾ ഒരു ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്നൊരു ദേവദാസിയാണ്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് ദേവദാസിയുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഇതിനെ ഞാൻ വിമർശിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഉം. പക്ഷെ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് കർത്താവ് ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാന് കർത്താവിന്റെ സന്നിധിയിൽ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾക്ക് ആലോചന ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോ എന്നോട് ഒരിക്കലും ഒരു ഗൈഡ് ലൈൻസ് ഇതുവരെ കർത്താവ് തന്നിട്ടില്ല, ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ ദൈവം എന്നോട് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പോ മറ്റുള്ള ആളുകൾ അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഒരുപക്ഷെ കർത്താവ് പറഞ്ഞിട്ടായിരിക്കാം ചെയ്യുന്നത്. അപ്പൊ നമുക്കതിനെ ചോദ്യം ചെയ്യാനോ അല്ലെ അവരെ വിമർശിക്കാനോ ഞാൻ ആളല്ല. ഒരിക്കലും എന്നോട് അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അത് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല. ശരിക്കും സിസ്റ്ററെ, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലുമല്ല. ഇപ്പം കർത്താവിന്റെ ദാസനുള്ളപ്പോ കർത്താവിന്റെ ദാസനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഡ്യൂട്ടി. ഇപ്പം അതിന് എന്തെല്ലാം കാര്യങ്ങൾ അതിന്റെ പുറകെ നിന്ന് ചെയ്യാമോ അതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ലീഡർഷിപ്പിലേക്ക് കയറി വരുമെന്ന് നമ്മൾ ഒരു പ്രതീക്ഷിച്ചതല്ല. അപ്പം കർത്താവ് എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആയത്. ഇപ്പോ അല്ലാതെ നമ്മൾ സ്വയമേ മസിൽ പിടിച്ച് വന്നതല്ല. അപ്പോ മറ്റുള്ള ആളുകൾ ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുകയോ സ്നാനം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അവരോട് കർത്താവ് പറഞ്ഞിട്ടായിരിക്കാം ചെയ്യുന്നത്. അപ്പം എന്നോട് അങ്ങനെ ഒരു ഇതുവരെ ഒരു ഗൈഡ് ലൈൻസ് എനിക്ക് കിട്ടിയിട്ടില്ല അതിനെപ്പറ്റി. ഓക്കെ ദേവദാസി, അപ്പം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്നാനങ്ങൾ ശുശ്രൂഷകൾ അവിടെ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഓക്കെ ദേവദാസി പറഞ്ഞതുപോലെ ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദേവദാസി ആഗ്രഹിക്കുന്നില്ല. ദൈവനാമ മഹത്വം. നമ്മൾ എന്ത് ചെയ്താലും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നമ്മൾ നമ്മൾ അവസാനമായിട്ട് സ്നാനം നടത്തിയത് ഒക്ടോബർ മാസമാണ്. 2025 ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്ക്. അന്ന് നമ്മള് 84 പേരാ സ്നാനപ്പെട്ടത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോ വരുന്ന ഒക്ടോബറിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ എല്ലാ ഒക്ടോബർ മാസത്തിലും ഒരു മിനി കൺവെൻഷൻ പോലെ നമ്മൾ നടത്താറുണ്ട്. നെക്സ്റ്റ് സ്നാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെ അനേകര ആത്മാക്കൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നുണ്ട് ആ ദേശത്തു നിന്ന്. ഇനിയും ദൈവദാസന്മാരെ എടുത്ത് അവരെ അവർക്കൊരു ഇത് കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കണമെന്നാണോ ദേവദാസിയുടെ ആഗ്രഹം? അനേക ദേവദാസന്മാരെ. തീർച്ചയായിട്ടും കർത്താവ് എനിക്ക് തരുന്ന സാഹചര്യങ്ങൾക്കും സാമ്പത്തികങ്ങൾക്കും അനുസരിച്ച് അതിന് കർത്താവിന്റെ വേലയെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ ദേവദാസി, കർത്താവ് ദേവദാസിയെ പിന്നെയും ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം നമ്മളോടൊപ്പം ആയിരുന്നല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഇടയായി തീർന്നു. ഇനി ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ദേവദാസി. ഇതുപോലെ ദേവദാസിക്ക് എന്താണ് ഒരു ലീഡർ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്? ജോയ്സിയുടെ എല്ലാ മാന്യപേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്റെ സാക്ഷ്യം 2.5 വർഷങ്ങൾക്ക് മുമ്പ് ജോയ്സ് ടിവിയിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും കേൾക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയൊക്കെ ചെയ്തു. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ജോയ്സ് ടിവിയിലൂടെ വരുന്ന സാക്ഷ്യ പരമ്പരകൾ കാണുകയും അതിലൂടെ ഒരുപാട് പേര് ധൈര്യം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ സാക്ഷ്യം കേൾക്കണം. ഈ ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ദേവദാസി പറഞ്ഞ പോലെ അതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ സാക്ഷ്യം പിൻ ചെയ്യുന്നതായിരിക്കും, അത് കേൾക്കണം. അപ്പോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബീഹാറിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് മറ്റുള്ള ഒരുപാട് മിഷണറിമാര് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബീഹാറിലേക്ക് കടന്നു വരുന്നവരുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള പോരാട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത് പോലെ അല്ല മറ്റുള്ളവർക്ക് വരുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അസുഖമായിട്ടും ഒരുപാട് മിഷണറിമാര് ഉണ്ട് ഇവിടുന്ന്. ഇപ്പം സിസ്റ്റർ എന്റെ ഈ ഒരു ജീവിതകാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ കൂട്ടി വായിച്ച് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹസ്ബൻഡ് നഷ്ടപ്പെട്ടത് മൂലം ഇവിടെ നിന്നും മടങ്ങിപ്പോയ അനേക സഹോദരിമാരുണ്ട്. അപ്പം മിഷണറിമാരുടെ ശവപ്പറമ്പെന്ന് നമ്മൾ ഈ പേര് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പക്ഷെ എന്നെ ദൈവം നിർത്തി. മറ്റു കുറെ സഹോദരിമാരെ എനിക്കറിയാം, അവര് കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിലേക്ക് മടങ്ങി പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അനേക വർഷങ്ങൾ 30 വർഷമൊക്കെ ബീഹാറിന്റെ മണ്ണിൽ കർത്താവിന്റെ വേല ചെയ്തിട്ട് നാട്ടിലേക്ക് തിരിച്ച് മടങ്ങി പോകുമ്പോൾ അവിടെ ഒരു ഭവനമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇവിടെയും വാടകയ്ക്ക് ആണ് താമസിക്കുന്നത്, ഒരു സെറ്റിൽമെന്റ് ഒന്നും ഇല്ല. നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവിടെയും ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ സ്വീകരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മിഷണറിമാരുണ്ട്. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ബീഹാറിൽ ഉള്ള മിഷണറിമാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകരുടെ ഒരു വിടുതലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുക. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ബിന്നി ജെയിംസ് എന്നാണ്. സിസ്റ്റർ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ അനേക ആളുകൾ പട്ടുപോകാനായിട്ട് ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കടന്നു വരുന്നവർക്ക് ഒട്ടും എന്താ പറയുന്നത് നിൽക്കാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ഇവിടെ. അപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ത്യാഗസമ്പൂർണമായിട്ടൊക്കെ ചെയ്യുന്നത് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നേഹിക്കാനുള്ള കാരണത്തെക്കാൾ സ്നേഹിക്കാതിരിക്കാനുള്ള കാരണമാണ് ബീഹാറിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടും ത്യാഗം ചെയ്തിട്ടും ഒക്കെയാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ബീഹാറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഓമേൻ. താങ്ക് യു ദേവദാസി. ഒരുപാട് കാര്യങ്ങൾ ദേവദാസിയിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ബീഹാറിൻ്റെ അവസ്ഥകളും ശുശ്രൂഷയുടെ അവസ്ഥകളും കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, തകർന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ, നിരാശയും ഭാരവും ഒക്കെ കടന്നു വരാമായിരുന്നു. എന്നാൽ കർത്താവിനോട് ഉള്ള ചേർന്നുള്ള ദൈവദാസിയുടെ ഒരു ജീവിതം അനേക ദൈവദാസിമാർക്ക് ഒരു പാഠമായി തീരട്ടെ. നമ്മൾ ദേവദാസി സംസാരിച്ചപ്പം പറഞ്ഞു, ഒരു വർഷത്തിൽ ഒരു 200 ദിവസത്തോളം ഉപവസിച്ചതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെന്നും. പലപ്പോഴും അതൊക്കെ കേൾക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും പലപ്പോഴും നമ്മൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചെന്നാൽ ദൈവദാസൻ്റെ ജീവിതത്തിൽ ഒരു 5 മണിക്കൂർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലൂടെയും ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെയും കടന്നുപോയൊരു ദൈവദാസന് കുടുംബവുമാണ്. അവിടെയാണ് പെട്ടെന്നൊരു വിള്ളലുണ്ടായതും. എന്നാൽ ദൈവം അവിടെ നിന്ന് കർത്താവിൻ്റെ ദാസിയെ ഉയർത്തിക്കൊണ്ടുവന്ന് അനേക ദൈവദാസന്മാർക്ക്, ഇന്നെനിക്ക് തോന്നുന്നു ഒരു 3000-ലധികം വിശ്വാസികൾ ഉണ്ടായിരിക്കും ഇല്ലേ ദേവദാസി? ഉണ്ട് ഉണ്ട് ഉണ്ട്. 3000-ലധികം വിശ്വാസികൾ 10-32 ദൈവദാസന്മാരെയൊക്കെ ലീഡ് ചെയ്യുവാനും കർത്താവിൻ്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ ഒരു കാര്യമല്ലത്, തൻ്റെ സ്വന്തം കഴിവല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതോട് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എന്നാൽ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ് കർത്താവിൻ്റെ ദാസിയെ ദൈവം ഇന്ന് നിർത്തിയിരിക്കുന്നത്. ദൈവദാസി ഒത്തിരി ബിസിയാണെന്ന് എനിക്കറിയാം. ഒരു സ്കൂളിൻ്റെ കാര്യങ്ങൾ നടത്തുന്നു, അതോടൊപ്പം സഭയുടെ പല കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവത്തിൻ്റെ ദാസി കടന്നു വന്നതിന് ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ദൈവദാസി തുടർന്നും ഞങ്ങളെയും ഓർത്ത് ദൈവദാസിയെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പ്രിയ കർത്താവിൻ്റെ ദാസിയെയും മിനിസ്ട്രിയെയും പ്രത്യേകിച്ച് ബീഹാറിനെയും ഓർത്ത് പ്രാർത്ഥിക്കും. അനേകർ ബീഹാറിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കട്ടെ. ആ ബീഹാറിൻ്റെ എല്ലാ ദുസ്ഥിതികളും മാറി ആ ബീഹാർ മുഴുവനും യേശുക്രിസ്തുവിനിലേക്ക് ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പ്രിയ ദേവദാസി, നന്ദിയുണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.